വിരൽ വ്യായാമം ചെയ്യൂ, ആരോഗ്യം നിലനിർത്തൂ എന്ന എൻ്റെ ജീവശക്തി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് തൊണ്ട രോഗങ്ങളെക്കുറിച്ചാണ്. തൊണ്ട രോഗങ്ങൾക്കും ടോൺസിൽ രോഗങ്ങൾക്കും അതുപോലെ തൈറോയിഡ് രോഗങ്ങൾക്കും ശബ്ദ സംബന്ധമായ മറ്റു പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്ന 2 വിരൽ വ്യായാമവുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത് യോഗയിൽ 2 മുദ്രകളാണ്. ശംഖുമുദ്ര, സഹജ ശംഖുമുദ്ര, ഇവ രണ്ടുമാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 കൈകൾ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഇടത്തെ കൈയുടെ ഉള്ളം കൈയുടെ മധ്യഭാഗത്തായിട്ട് വലത്തെ കൈയുടെ പെരുവിരൽ ഇങ്ങനെ വെക്കുക. അതിനുശേഷം ഒരു മുഷ്ടി ഉണ്ടാക്കുക. അതിനുശേഷം വലത്തെ കൈയുടെ ചൂണ്ടുവിരലിൻ്റെ അഗ്രഭാഗവും ഇടത്തെ കൈയുടെ പെരുവിരലിൻ്റെ അഗ്രഭാഗവും തമ്മിൽ ചേർത്ത് വെക്കുക. മറ്റ് 3 വിരലുകൾ ഇതുപോലെ അടുപ്പിച്ച് ചേർത്ത് വെക്കുക. അപ്പോൾ ഒരു ശംഖിൻ്റെ രൂപത്തിൽ ലഭിക്കുന്നതായിരിക്കും. ഇത് 15 മിനിറ്റ് വീതം ദിവസവും 3 നേരം ചെയ്യുക. ഒന്നുകൂടി കാണിച്ചു തരാം. വലത്തെ കൈയുടെ പെരുവിരൽ ഇടത്തെ കൈയുടെ ഉള്ളം കൈയുടെ മധ്യഭാഗത്തായിട്ട് ഇങ്ങനെ വയ്ക്കുക. ശേഷം ഒരു മുഷ്ടി ഉണ്ടാക്കുക. വലത്തെ കൈയുടെ ചൂണ്ടുവിരൽ ഇടത്തെ കൈയുടെ പെരുവിരലിൻ്റെയും അഗ്രഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കുക. മറ്റ് 3 വിരലുകൾ ഇതുപോലെ ചേർത്തടുപ്പിച്ച് ഒരു ശംഖിൻ്റെ രൂപത്തിൽ ഇങ്ങനെ പിടിക്കുക. തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് നല്ല ആശ്വാസം നൽകുന്നതായിരിക്കും. ഇതിനൊപ്പം സഹജ ശംഖുമുദ്ര അതും കൂടി ചെയ്യണം. അതിനും 2 കൈകൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. നമ്മുടെ 2 കൈകളുടെയും വിരലുകൾ തമ്മിൽ ചേർത്ത് ഇങ്ങനെ കോർത്ത് പിടിക്കുക. അതിനുശേഷം ഈ 2 കൈകളുടെയും പെരുവിരൽ മുകളിൽ കാണുന്ന ചൂണ്ടുവിരലിൻ്റെ മധ്യഭാഗത്തായി വെച്ച് ഇങ്ങനെ ചെറുതായി ഒന്ന് അമർത്തി കൊടുക്കുക. ഇതും 15 മിനിറ്റ് വീതം ദിവസവും 3 നേരം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് രോഗം മാറിക്കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ടതില്ല. ഒന്നുകൂടി സഹജ ശംഖുമുദ്ര കാണിച്ചു തരാം. നമ്മുടെ 2 കൈകളുടെയും വിരലുകൾ തമ്മിൽ കോർത്ത് പിടിക്കുക. അതിനുശേഷം 2 പെരുവിരലുകളും മുകളിൽ ഭാഗത്തെ ചൂണ്ടുവിരലിൻ്റെ മധ്യഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ അമർത്തി കൊടുക്കുക. 15 മിനിറ്റ് വീതം ദിവസം 3 നേരം ചെയ്യുക. ഏകദേശം 3 ദിവസം ഈ 2 മുദ്രകളും ചെയ്യുമ്പോഴേക്കും തൊണ്ട സംബന്ധമായ രോഗങ്ങൾ വളരെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ചിലപ്പോൾ മാറുകയും ചെയ്യും. ഇതിനൊപ്പം നിങ്ങൾ കഴിക്കുന്ന ആഹാരം ചെറിയ ചൂടുള്ള ആഹാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതുപോലെ വെള്ളവും ചെറിയ ചൂടുവെള്ളമേ കുടിക്കാൻ പാടുള്ളൂ. ഉപ്പുവെള്ളം, ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പ് കലർത്തിയിട്ട് അത് ഗാർഗിൾ ചെയ്യുന്നതും നന്നായിരിക്കും. അപ്പോൾ ഒന്നുകൂടി ശംഖുമുദ്ര കാണിച്ചു തരാം. നമ്മുടെ വലത് കൈയുടെ, ഇത് സെൽഫി ആയതുകൊണ്ട് വലത് കൈ ഇടത് കൈയായിട്ടും ഇടത് കൈ വലത് കൈയായിട്ടും കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ട് അതുപോലെ ചെയ്യുക. വലത് കൈയുടെ പെരുവിരൽ ഇടത് കൈയുടെ ഉള്ളം കൈയുടെ മധ്യഭാഗത്തായി വെക്കുക. അതിനുശേഷം ഒരു മുഷ്ടി ഉണ്ടാക്കുക. ശേഷം വലത് കൈയുടെ ചൂണ്ടുവിരലിൻ്റെ അഗ്രഭാഗം ഇടത് കൈയുടെ പെരുവിരലിൻ്റെ അഗ്രഭാഗവുമായിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കുക. അതിനുശേഷം വലത് കൈയുടെ 3 വിരൽ ഇതുപോലെ മറ്റ് വിരലുകളോട് ചേർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് ശംഖിൻ്റെ രൂപത്തിൽ കിട്ടുന്നതായിരിക്കും. ശംഖുമുദ്ര. ഇത് ദിവസവും 15 മിനിറ്റ് വീതം 3 നേരം ചെയ്യുക. അതിനുശേഷം സഹജ ശംഖുമുദ്രയും ചെയ്യാവുന്നതാണ്. നമ്മുടെ 2 കൈവിരലുകളും ചേർത്ത് ഇങ്ങനെ കോർത്ത് പിടിക്കുക. അതിനുശേഷം മുകൾ ഭാഗത്ത് വരുന്ന ചൂണ്ടുവിരലിൻ്റെ മധ്യഭാഗത്തായിട്ട് ഇതുപോലെ ചെറുതായിട്ട് അമർത്തി കൊടുക്കുക. ഇതും 15 മിനിറ്റ് വീതം ദിവസവും 3 നേരം ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു വിരൽ വ്യായാമവുമായിട്ട് അടുത്ത് കാണുന്നവരേക്കും എല്ലാവർക്കും ആരോഗ്യകരമായൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.